കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ AC മൊയ്തീൻ, കെ രാധാകൃഷ്ണൻ, MM വർഗീസ് എന്നിവരെ പ്രതികളാക്കിയിരിക്കുന്നു. ED അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. SS ശരൺ വിവരങ്ങളുമായി. ശരൺ, ഇപ്പോൾ അന്തിമ കുറ്റപത്രത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകളാണ്. അതിൽ AC മൊയ്തീനും കെ രാധാകൃഷ്ണനും വരുന്നു, ഒപ്പം MM വർഗീസും. എന്താണ് വിശദാംശങ്ങൾ? കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഇപ്പോൾ അന്തിമ കുറ്റപത്രം ED സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുമ്പാണ് PMLA കോടതി, അതായത് കലൂർ PMLA കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തി ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശൂർ ജില്ലാ സെക്രട്ടറിമാർ, അതായത് CPM-ന്റെ മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായ 3 നേതാക്കളെ പ്രതിയേർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കെ രാധാകൃഷ്ണൻ MP, ഇതിനു പുറമെ തന്നെ AC മൊയ്തീൻ, MM വർഗീസ് എന്നിവരെ പ്രതിയായിക്കൊണ്ടുള്ള കുറ്റപത്രമാണ് ഇതിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാം പ്രതിയായ മധു അമ്പലപുരമാണ്, അതായത് വടക്കാഞ്ചേരി കൗൺസിലറായ മധു അമ്പലപുരമാണ് ഇതിൽ കേസിൽ 64-ാം പ്രതി. AC മൊയ്തീനെ 67-ാം പ്രതിയാക്കിയിട്ടുണ്ട്. CPM-നെ 68-ാം പ്രതിയാക്കിയിരിക്കുകയാണ്. MM വർഗീസ്, മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ 69-ാം പ്രതിയാക്കുകയും കെ രാധാകൃഷ്ണനെ 70-ാം പ്രതിയാക്കുകയും AR പീതാംബരൻ, അതായത് പൊർത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ A പീതാംബരനെ 71-ാം പ്രതിയാക്കുകയും MP രാജു, സെക്രട്ടറി, അതായത് പൊർത്തുശ്ശേരി സൗത്ത് ലോക്കൽ കമ്മിറ്റി ലോക്കൽ സെക്രട്ടറിയായ MP രാജുവിനെ 72-ാം പ്രതിയാക്കുകയും KC പ്രേമജൻ, സെക്രട്ടറി ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി ഏരിയ സെക്രട്ടറിയായ KC പ്രേമരാജനെ 73-ാം പ്രതിയാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു CPM നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ മുതിർന്ന CPM നേതാക്കളെ പ്രതിപട്ടികയിൽ ചേർത്തുകൊണ്ടുള്ള പട്ടികയാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്ന കുറ്റപത്രമാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM-ലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായ AC മൊയ്തീൻ, മുൻമന്ത്രി AC മൊയ്തീൻ, മുൻമന്ത്രി കെ രാധാകൃഷ്ണൻ, MM വർഗീസ് ഉൾപ്പെടെയുള്ളവരാണ് പ്രതിപട്ടികയിലുള്ളത്. PK ബിജുവിന്റെ പേരുണ്ടോ ഇതിൽ? PK ബിജുവിന്റെ പേര് നമുക്ക് കാണാൻ കഴിയുന്നില്ല. നേരത്തെ തന്നെ ED കൃത്യമായ സൂചനകൾ നൽകിയിരുന്നതാണ്. അതായത് ഈ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ വലിയ രീതിയിൽ തന്നെ CPM നേതാക്കൾ EDയുടെ റഡാറിലേക്ക് എത്തിയിരുന്നതാണ്. വലിയ ചോദ്യം ചെയ്യലൊക്കെ നമ്മൾ ആദ്യഘട്ടത്തിലെ അന്വേഷണത്തിനിടയിലും രണ്ടാം ഘട്ട അന്വേഷണത്തിനിടയിലും കണ്ടിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെ, മുതിർന്ന നേതാക്കളെ പ്രതികളാക്കിക്കൊണ്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. PK ബിജുവിനെ നേരത്തെ വിളിച്ചു വരുത്തി, CPM സംസ്ഥാന നേതാവായ PK ബിജുവിനെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നതാണ്. പക്ഷേ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ആ പ്രതിപട്ടികയിൽ PK രാജുവിന്റെ പേര് കാണാനില്ല എന്നുള്ളതാണ് പ്രധാനം. എന്തായാലും ഇപ്പോൾ വ്യക്തത വരുത്താൻ കഴിഞ്ഞിരിക്കുന്നത്, അതായത് നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്, CPM-നെ ഈ കേസിൽ പ്രതിയേർത്തിട്ടുണ്ടെന്ന്. കാരണം CPM-ന്റെ പേരിൽ കരുവന്നൂർ ബാങ്കിൽ മാത്രം 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നെന്നും തട്ടിയെടുത്ത പണം ഈ രഹസ്യ അക്കൗണ്ടുകളിലേക്ക് എത്തിയെന്നുമുള്ളതായിരുന്നു EDയുടെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് CPM-നെ പ്രതിയേർത്തിയിരിക്കുന്നത്. അങ്ങനെ പാർട്ടിയെ 68-ാം പ്രതിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതോടൊപ്പം തന്നെയാണ് MM വർഗീസ്, അതായത് മുൻ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസിനെ 69-ാം പ്രതിയാക്കുകയും കെ രാധാകൃഷ്ണൻ MP-യെ സമീപകാലത്താണ് ED ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് പിന്നാലെ 70-ാം പ്രതിയാക്കുകയും ഒപ്പം തന്നെയാണ് മറ്റൊരാളായ MM വർഗീസിനെ ഒപ്പം തന്നെയാണ് AC മൊയ്തീൻ, അതായത് 67-ാം പ്രതിയാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ പ്രതിപട്ടികയിലേക്ക് മുതിർന്ന CPM നേതാക്കൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. SS ശരൺ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ രഹസ്യ അക്കൗണ്ടുകളിലൂടെ CPM കള്ളപ്പണ ഇടപാട് നടത്തി. CPM എന്ന രാഷ്ട്രീയ പാർട്ടിയെ കൂടി പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ EDയുടെ കുറ്റപത്രം. ഈ അന്തിമ കുറ്റപത്രത്തിൽ കെ രാധാകൃഷ്ണൻ MP 70-ാം പ്രതിയാണ്. AC മൊയ്തീൻ കേസിൽ 67-ാം പ്രതിയാണ്. അതോടൊപ്പം MM വർഗീസ് 69-ാം പ്രതിയാണ്. പ്രധാനപ്പെട്ട CPM നേതാക്കളെ പ്രതികൾ ആക്കിക്കൊണ്ടുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ ED സമർപ്പിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ വേട്ട എന്ന CPM വാദം ഒന്നുകൂടി ശക്തിപ്പെടും. ഇത് രാഷ്ട്രീയ വേട്ടയാണ് എന്നുള്ളതിൽ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് നടന്നു, അതിൽ CPM രഹസ്യ അക്കൗണ്ടുകളിലൂടെ ഇടപാട് നടത്തി എന്നുള്ളതാണ് നേതാക്കൾക്കെതിരെയുള്ള കേസായി മാറുന്നത്. ഇതിൽ CPM കൂടി പ്രതിപട്ടികയിൽ വരികയാണല്ലോ, അതിനെ എങ്ങനെയാണ് ED വിശദീകരിക്കുന്നത്? ശരൺ,
CPM-നെതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നുള്ളതാണ് ED പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കരുവന്നൂർ ബാങ്കിൽ മാത്രം CPM-ന്റെ പേരിൽ 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. ആ അക്കൗണ്ടുകളിലേക്ക് തട്ടിയെടുത്ത ബിനാമി വായ്പകളിലൂടെ തട്ടിയെടുത്ത പണം എത്തിയെന്നുള്ളായിരുന്നു EDയുടെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് CPM-ന്റെ പേരിലുള്ള സ്വത്തുവകകൾ നേരത്തെ ED കണ്ടുകെട്ടുകയും ചെയ്തിരുന്നത്. CPM-ന്റെ പേരിലുള്ള 77 ലക്ഷത്തിന്റെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊർത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കാനായി ഇറങ്ങിയ 10 സെന്റ് ഭൂമി അടക്കമാണ് നേരത്തെ കണ്ടുകെട്ടിയിരുന്നത്. ഒപ്പം തന്നെ CPM-ന്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ കുറ്റപത്രത്തിൽ പ്രധാനമായും നമുക്ക് കാണാൻ കഴിയുന്ന സ്മൃതി, അതായത് തട്ടിപ്പ് നടത്തിയത് വഴി പ്രതികൾ സമ്പാദിച്ചത് 180 കോടിയാണെന്നുള്ളതാണ്. പ്രതികളുടെ സ്വത്തുക്കളിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 128 കോടി ഇതിനകം തന്നെ കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. അന്തിമ കുറ്റപത്രത്തിൽ പുതുതായി 27 പ്രതികളാണ് വന്നിരിക്കുന്നത്. മൊത്തം 83 പ്രതികൾ, അതായത് നേരത്തെ 55 അടങ്ങുന്ന ഒരു പ്രതിപട്ടികയാണ് ആദ്യഘട്ടത്തിൽ ED കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. അതിൽ 50 പേരും 5 സ്ഥാപനങ്ങളുമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ CPM-നെ അടക്കം പ്രതി ചേർത്തുകൊണ്ടുള്ള കുറ്റപത്രമാണ്, അന്തിമ കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ വിശദീകരിച്ചതുപോലെ 8 CPM പാർട്ടി ഉൾപ്പെടെ 8 രാഷ്ട്രീയ പ്രവർത്തകർ ഈ കുറ്റപത്രത്തിൽ എത്തിയിരിക്കുന്നു, പ്രതിപട്ടികയിൽ വന്നിരിക്കുന്നതാണ്. ഇത് എങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയമായ CPM-ന് തിരിച്ചടിയാവുക എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ജേസൺ ചാമോളപ്പിൽ കൂടിയുണ്ട്. ജേസൺ, കരുവന്നൂർ കേസ് ED ഏറ്റെടുക്കുന്നത് 2021 ജൂലൈ 14 ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ പോലീസ് കേസായിട്ടാണ് അത് വരുന്നത്. പിന്നീടാണല്ലോ അത് ED ഏറ്റെടുക്കുന്നത്. ഏതായാലും CPM-ലെ പ്രധാനപ്പെട്ട നേതാക്കൾ, മുൻ മന്ത്രിമാർ, ഇപ്പോൾ MP ആയവരടക്കം പ്രതികളായിക്കൊണ്ടുള്ള കേസാണ്. CPM-നെ തന്നെ പ്രതിയാക്കി ചേർത്തുകൊണ്ടുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ ED സമർപ്പിച്ചിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ ജേസൺ? സ്മൃതി, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് ഒരുപാട് കാലമായി CPM-നെ വേട്ടയാടുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന കുറ്റപത്രത്തിൽ 3 ജില്ലാ സെക്രട്ടറിമാരെയും മുൻ ജില്ലാ സെക്രട്ടറിമാരെയും പ്രതി ചേർത്തിരിക്കുന്നു എന്നതാണ് CPM-നെ ഏറെ പ്രതിരോധത്തിലാക്കുന്നത്. കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ AC മൊയ്തീനെയും അതുപോലെ തന്നെ MM വർഗീസിനെയും അവസാനം K രാധാകൃഷ്ണനെയും പലതവണ ചോദ്യം ചെയ്യലിൽ വിളിപ്പിച്ചിരുന്നു. AC മൊയ്തീനെയും അതുപോലെ MM വർഗീസും പല ഘട്ടങ്ങളിലായി ED ഓഫീസിലേക്ക് കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവസാന ഘട്ടത്തിൽ MP ആയ ശേഷവും K രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ അവസാനമായി ഇപ്പോൾ പ്രതിപ്പട്ടിയിലേക്ക് ഇവർ കയറി വന്നിരിക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയമായി നേരിടുക എന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം തന്നെ CPM സ്വീകരിച്ചിരിക്കുന്ന തിരിച്ചടിയായിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ് കരുവന്നൂർ കേസ്. ഇപ്പോൾ അടുത്ത ഉപതെരഞ്ഞെടുപ്പിലേക്ക് നടക്കുമ്പോൾ ഈ വിഷയം ഒന്നുകൂടി ചൂടുപിടിക്കാൻ ഇടയാവുകയാണ്. ED-യെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ വേട്ട എന്ന ആരോപണം എത്രത്തോളം CPM-ന് കരുവന്നൂർ കേസിൽ ഉന്നയിക്കാൻ പറ്റും ജേസൺ? കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഈ കേസ് ഉടലെടുത്ത ഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ ഒരു ആരോപണം, രാഷ്ട്രീയ ആരോപണം ഉയർത്തിയാണ് CPM-നെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും അത് ശക്തമായൊരു പ്രതിരോധമായി പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ എത്തിയില്ല എന്നത് വസ്തുത കൂടിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഇത് വലിയ ചർച്ചയായിരുന്നു. ഇതിനിടയിലാണ് CPM-ന്റെ വലിയൊരു തുക, 1 കോടി രൂപയിലധികം തുക ബാങ്കിൽ നിന്ന് ഇൻകം ടാക്സ് കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടായത്. അത് പിന്നീട് അത് മരവിപ്പിക്കാൻ കോടതി തയ്യാറായില്ല. അതോടൊപ്പം തന്നെ ആ പണം പിടിച്ചെടുത്ത നടപടി ശരിയാണെന്ന് കോടതി സ്ഥിരീകരിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഈ കരുവന്നൂർ ബാങ്കും അതിനെ തുടർന്നുണ്ടായ സംഭവവാസങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ പോലും പക്ഷെ വേണ്ടത്ര പ്രതിരോധം സൃഷ്ടിക്കാൻ അതിന് കഴിഞ്ഞ നിയമപരമായ നിരവധി രേഖകൾ, സാങ്കേതികമായ നിരവധി രേഖകളും തെളിവുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈവശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ പ്രതിരോധമെല്ലാം ഓരോ ഘട്ടങ്ങളിലും പൊളിഞ്ഞു പോയിരുന്നത്. ഇനി നിയമസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതോടൊപ്പം തന്നെ വരുന്ന വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. വലിയ പ്രതിരോധത്തിലേക്ക് ഈ വിഷയം തൃശൂർ ജില്ലയിലെങ്കിലും CPM-നെ കൊണ്ടുപോകുമെന്നത് ഉറപ്പാണ്. മാത്രവുമല്ല, CPM-ന്റെ ചരിത്രത്തിൽ ഇന്നുവരെ കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ ഒരു ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത്രയേറെ ജില്ലാ സെക്രട്ടറിമാരെ ഒരു കേസിൽ പ്രതിയാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ആ രീതിയിൽ പോലും വലിയ പ്രതിസന്ധിയിലേക്കാണ് CPM തൃശൂർ ജില്ലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. 3 ജില്ലാ സെക്രട്ടറിമാരെ പ്രതി ചേർക്കുന്ന ഒരു അപൂർവം കേസ് എന്ന നിലയിലേക്ക് കൂടി ഇത് വന്നു. അതോടൊപ്പം തന്നെ കരുവന്നൂർ കേസ് എന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ പോലും ചർച്ച ചെയ്യപ്പെട്ടു എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നിരവധി തവണ തന്റെ പ്രസംഗത്തിൽ കരുവന്നൂർ തട്ടിപ്പ് വലിയ ചർച്ചയാക്കിയിരുന്നു. ഓരോ തെരഞ്ഞെടുപ്പുകളിലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് വലിയ ചർച്ചയാവുകയും അതിൽ വ്യക്തമായൊരു മറുപടി നൽകാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം CPM-നുണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. CPM പല ഘട്ടങ്ങളിലും വലിയ പ്രതിരോധത്തിലേക്ക് പോയിരുന്നു എന്നത് സത്യമാണ്. അത്തരത്തിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഇനിയും CPM-നെ
വിടാതെ പിന്തുടരുമെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന വളരെ കുറ്റപത്രം. പെട്ടെന്ന് തന്നെ CPM നേതാക്കളുടെ പ്രതികരണം ഈ വിഷയത്തിൽ കിട്ടേണ്ടതുണ്ട്. ഇതാണ് കുറ്റപത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കരുവന്നൂർ കോപ്പറേറ്റീവ് സൊസൈറ്റി വായ്പാ തട്ടിപ്പ് കേസിൽ ED അന്തിമ കുറ്റപത്രം അന്വേഷണ ഉദ്യോഗസ്ഥൻ നിർമ്മൽ കുമാർ മോഷിയാണ് കലൂർ PMLA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അന്തിമ കുറ്റപത്രത്തിൽ പുതുതായി 27 പ്രതികൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. മൊത്തം 83 പ്രതികളാണ്. തട്ടിപ്പ് നടത്തിയത് വഴി പ്രതികൾ സമ്പാദിച്ചത് 180 കോടി രൂപയാണെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. പ്രതികളുടെ സ്വത്തുക്കളിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത് 128 കോടിയാണ് എന്നുള്ള വിവരവും പുറത്തുവരികയാണ്. CPMലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊപ്പം പാർട്ടിയും പ്രതിപ്പട്ടികയിൽ വരുന്നു എന്നുള്ളതാണ് ED കുറ്റപത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത.